കോഓപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാർട്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 13. കേരള കാർഡ് ബാങ്ക് സെറ്റ് എപ്പാർട്ട് ദ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അവരുടെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഏതിൽ നിന്നാണ് മാറ്റിവെക്കുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഓപ്ഷൻ ഡി ലോൺ കളക്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി ലോൺ കളക്ഷൻ. നെറ്റ് പ്രോഫിറ്റ് അല്ല. പലരും അഭിപ്രായങ്ങൾ പറയും നെറ്റ് പ്രോഫിറ്റ് ആണെന്ന്. ആൻസർ ലോൺ കളക്ഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സെൻട്രൽ സൊസൈറ്റി? നിങ്ങൾക്കറിയാം 3 ടയർ സ്ട്രക്ചർ ഉള്ളതിലെ മിഡിൽ ടയറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പറയുന്ന സൊസൈറ്റികളെയാണ് നമ്മൾ സെൻട്രൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതാണ് സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ സൊസൈറ്റി ആയിട്ട് പറയുന്നത്? ഓപ്ഷൻ എ റെപ്കോ, ഓപ്ഷൻ ബി കേരാഫെഡ്, ഓപ്ഷൻ സി ദിനേശ് ബിഡി, ഓപ്ഷൻ ഡി SPCS. ആൻസർ ഓപ്ഷൻ സി ദിനേശ് ബിഡി. റെപ്കോ എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയാണ്. കേരാഫെഡ് എന്ന് പറയുന്നത് സിംഗിൾ ടയർ മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ്. SPCS എന്ന് പറയുന്നത് സിംഗിൾ ടയർ ഉള്ള സൊസൈറ്റിയാണ്. അപ്പൊ ഇതിൽ സെൻട്രൽ സൊസൈറ്റി ആയിട്ട് പറയുന്നത് ദിനേശ് ബിഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സൊസൈറ്റി അല്ലാത്തത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി ഇഫ്കോ, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി NCCF. നമുക്ക് ഈ ഓപ്ഷനുകളെല്ലാം ഒന്ന് നോക്കാം. ഇഫ്കോ എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. നാഫെഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. NCCF എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പൊ ഇത് മൂന്നും അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം, സൊസൈറ്റി ആണെന്നറിയാം. ഇതിലെ സൊസൈറ്റി അല്ലാത്തത് ഏതാണ്? NCDC. അതൊരു ഏതാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. The final list of eligible voters shall be published on the notice board of the society not less than dash days prior to the date fixed for the poll. അതായത് ഇലക്ഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ പോളിംഗ് നടക്കുന്നതിന് എത്ര ദിവസത്തിന് മുന്നേ ഫൈനൽ വോട്ടേഴ്സിന്റെ ലിസ്റ്റ് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 21, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 7. ആൻസർ ഓപ്ഷൻ എ 21. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The committee in office of a society shall co-opt dash persons or representatives having experience in the field of banking, മാനേജ്മെന്റ് ഓർ ഫിനാൻസ്. ക്വസ്റ്റ്യൻ ഒന്ന് പറയാം നമുക്കൊന്നുകൂടെ. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഈ പറയുന്ന ഫീൽഡിൽ, അതായത് ബാങ്കിങ്, മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ്, ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള എത്ര പേരെ കമ്മിറ്റിയിലേക്ക് എന്ത് ചെയ്യാം? അപ്പോയിന്റ് ചെയ്യാം. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ആൻസർ ഓപ്ഷൻ ബി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. The maximum number of members in the committee of primary cooperative society shall not exceed. നമുക്ക് അതിന്റെ മലയാളം ഒന്ന് പറയാം. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി. ഒരു പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര തൊട്ട് എത്ര വരെ ആളുകളാണ് വരേണ്ടത് എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മിനിമവും പഠിച്ചിട്ടുണ്ട്, മാക്സിമവും പഠിച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്ക് മാക്സിമം എത്ര ആണെന്ന് നോക്കാം. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 7. മാക്സിമം നമ്പർ ആൻസർ ഓപ്ഷൻ എ 15. നിങ്ങൾക്കറിയാം മിനിമം എത്രയാണ്? 7 ആണ്, അല്ലയോ? 7 to 15 വരെയാണ് ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ വൈ വേർ പാസ്ഡ് ത്രൂ ദ സെയിൽസ് ബുക്ക്. ദ അഫക്റ്റഡ് അക്കൗണ്ട്സ് ആർ എന്ന് പറഞ്ഞാൽ, അതായത് മിസ്റ്റർ വൈയുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മിസ്റ്റർ വൈയെ സംബന്ധിച്ച് അയാൾ സെല്ലറാണ്, അതുകൊണ്ട് അയാൾ സെയിൽസ് ബുക്കിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്, ജേണൽ എൻട്രി. നിങ്ങൾക്കറിയാലോ അത്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം അക്കൗണ്ട്സുകൾ വഴി ഈ ട്രാൻസാക്ഷൻ കടന്നു പോകും? മിസ്റ്റർ വൈയെ സംബന്ധിച്ച് സെയിൽസ്, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് പർച്ചേസ്ഡ്, അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ വൈക്ക് ഒരു അക്കൗണ്ട്. ഇങ്ങനെ എത്ര അക്കൗണ്ടുകൾ വരാം? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എയിൽ പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പർച്ചേസ് ആൻഡ് സെയിൽസ്, ഓപ്ഷൻ സി പർച്ചേസ് ആൻഡ് വൈസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി പർച്ചേസസ് സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം തന്നെ പറഞ്ഞായിരുന്നു ഏതെല്ലാം അക്കൗണ്ടുകൾ, ഏതെല്ലാം കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആവാം. മിസ്റ്റർ വൈ എന്ന് പറയുന്നത് വരും, മിസ്റ്റർ വൈയുടെ സെയിൽസ് വരും, പിന്നെ പർച്ചേസ് വരും. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി പർച്ചേസ്, സെയിൽസ് ആൻഡ് വൈസ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ₹5,000 spent on repair to a second-hand machine purchased is dash expenditure. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: 5,000 രൂപ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിച്ചപ്പോൾ അതിന് റിപ്പയറിംഗ് എന്ന് പറഞ്ഞ് ചെലവായി. അങ്ങനെയാണെങ്കിൽ അത് ഏത് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി മിസലേനിയസ്. നിങ്ങളൊന്ന് നോക്കേ. 5,000 രൂപ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ പർച്ചേസാ. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചത് പർച്ചേസ് ആണ്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആയതുകൊണ്ട് പലരും പഠിച്ചു വെച്ചിരിക്കാം റിപ്പയറിംഗ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന്. പക്ഷേ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ചെലവുകൾ അതിനകത്ത് ഏതിനകത്ത് വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ. ക്ലിയർ ആയോ? ഒരു അസറ്റ് എന്ന് പറയുന്നത്, അസറ്റിന് ഉണ്ടാകുന്ന ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതിനോടൊപ്പം ഉണ്ടാകുന്ന ഏത് ചെലവ് വന്നിരുന്നാലും അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചത് ഫ്രഷ് തന്നെയാണ്. അതുകൊണ്ട് അത് ഏത് എക്സ്പെൻഡിച്ചറിൽ വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് സിഗ്നിഫൈ ദ പ്രോസസ് ഓഫ്. അതായത് ഓവർഹെഡ് എന്ന് പറയുന്ന, അബ്സോർപ്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ഏത് പ്രോസസ്സിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ചാർജിങ് ഓവർഹെഡ് ടു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഓർ ജോബ്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ടു ആൾ ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ഇൻടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓവർഹെഡ്, ഓപ്ഷൻ ഡി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഒന്നുകൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതിൽ ഉൾപ്പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ചാർജിങ് ഓവർഹെഡ് ടു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഓർ ജോബ് എന്ന് പറഞ്ഞാൽ ഓരോ ജോബിലും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനകത്തും എത്രമാത്രം ഓവർഹെഡ് ഉണ്ടാകുന്നു, എത്രമാത്രം എക്സ്പെൻസ് ഉണ്ടാകുന്നു, അതാണ് ഏതിൽ പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ. ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് ആരാണ് ഡ്രോൺ ചെയ്യുന്നത്, എഴുതുന്നത്? ഓപ്ഷൻ എ കസ്റ്റമർ, ഓപ്ഷൻ ബി ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ, ഓപ്ഷൻ സി ബാങ്കർ, ഓപ്ഷൻ ഡി എൻഡോഴ്സർ. നിങ്ങളൊന്ന് നോക്കേ. നിങ്ങൾക്ക് തോന്നാം ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്
നമ്മളല്ലയോ പോയി എടുക്കുന്നതെന്ന്? അല്ല. ബാങ്ക് ഡ്രാഫ്റ്റ് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ചെക്കിനെയാണ്. ബാങ്ക് ഡ്രാഫ്റ്റ് ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്? ബാങ്ക് ചെക്കിനെയാണ്. ഒരു ബാങ്ക് ചെക്ക് എഴുതുന്നത് ആ ബാങ്കിന് വേണ്ടിയിട്ട് ആ ബാങ്കിന്റെ മാനേജർ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഓപ്ഷൻ സി ആയ ബാങ്ക് എന്ന് പറയുന്നത് മാത്രമാണ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതായത് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ചെക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് ചെക്ക് എന്ന് പറയുന്നത് ഒരു ബാങ്കിന്റെ മാനേജർ ആ ബാങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കുകൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ആൾക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ആ ബാങ്കിന് വേണ്ടിയിട്ട് ആ മാനേജർ എന്തെഴുതും? ചെക്ക് എഴുതി ആ ആൾക്ക് കൊടുക്കും. അപ്പൊ നോക്കേ, ആ ബാങ്ക് ഡ്രാഫ്റ്റ് അപ്പൊ എഴുതുന്നത് ആരാണ്? ആ ബാങ്കിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ് നമ്മൾ പറഞ്ഞേ. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ബാങ്ക് തന്നെയാണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബാങ്ക് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലോൺസ് ഡിസ്ബേഴ്സ്ഡ് ബൈ ദ ബാങ്ക്. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്, അതായത് ക്യാപിറ്റലും അതിന്റെ ലോണും ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം. ഒന്നുകൂടെ നോക്കാം. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബാങ്ക് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലോൺ ഡിസ്ബേഴ്സ്ഡ് ബൈ ദ ബാങ്ക്. ഒരു ബാങ്കിന് അതിന്റെ മൂലധനം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് തീരുമാനിക്കുന്നത് അവർ ലോൺ ഡിസ്ബേഴ്സ് ചെയ്യുന്നതിലൂടെയാണ്. അങ്ങനെ പറയുന്നത് ഈ പറയുന്നതിൽ ഏതാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്രാർ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്ഷൻ സി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഓപ്ഷൻ ഡി ക്യാമൽ. ഇതിലേതാ? ഓപ്ഷൻ എ ക്രാർ. ക്രാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്, അതാണ് ക്രാർ പറയുന്നത്. ആ ക്രാറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് ലോണുമായി ബന്ധപ്പെട്ട് പറയുന്ന ക്യാപിറ്റലിന്റെ കാര്യം പറയുന്നത്, മെഷർ ചെയ്യുന്നത് ആ ടേമില്. ഓക്കെ, അപ്പൊ ക്രാറ് ലിക്വിഡിറ്റി റേഷ്യോ അല്ല, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അല്ല, ക്യാമൽ അല്ല. ക്യാമൽ അതിന് പറയുന്ന സ്റ്റാൻഡേർഡ് മാത്രമാണ് ക്യാമൽ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. ദ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ വിച്ച് ഫെസിലിറ്റേറ്റ് ദ റിക്കവറി ഓഫ് ലോൺ ബൈ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് എ. അതായത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു അതോറിറ്റി നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ട്. ആ അതോറിറ്റി എന്ന് പറയുന്നത് അവർക്കുള്ള ജോലി എന്ന് പറയുന്നത് റിക്കവറി ഓഫ് ലോൺ ആണ്. ബാങ്കിന് കിട്ടാനുള്ള ലോണുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അതോറിറ്റിയാണ് ഈ പറയുന്ന ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അവരുടെ പദവി, പൊസിഷൻ ഈ പറയുന്നതിൽ ഏതാണ്? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണോ? ഓപ്ഷൻ ബി ജുഡീഷ്യൽ ബോഡിയാണോ? ഓപ്ഷൻ സി അഡ്വൈസറി ബോഡിയാണോ? ഓപ്ഷൻ ഡി സെക്യൂരിറ്റൈസേഷൻ കമ്പനിയാണോ? ആൻസർ ഓപ്ഷൻ എ കോസി ജുഡീഷ്യൽ ബോഡി. ഓപ്ഷൻ എ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്താണ്? പകുതി ജുഡീഷ്യറിക്ക് തുല്യമായിട്ടുള്ള ഒരു ബോഡിയാണ്. അതാണ് അതിനെ കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.